സാർ നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഫ്ലാറ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു, പിന്നെ അസോസിയേഷൻ ആണല്ലോ കാര്യങ്ങൾ മെയിൻ്റെനൻസ് എല്ലാം നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മളും അതിനകത്തൊരു ഭാഗമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ആഫ്റ്റർ സെയിൽ സർവീസ്. അത് ഒരു പ്രോജക്റ്റിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, ഒരു ബിൽഡറുടെ ക്രെഡിബിലിറ്റി കാണുന്നത് ഈ ആഫ്റ്റർ സെയിൽസ് ഉള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ്. കാരണം പൈസ മുടക്കിയെടുത്ത ആൾക്കാർക്ക് സർവീസ് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അവിടെ പണമല്ല വിഷയം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ പ്രോജക്റ്റിലും ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ 1 ഇയർ ഞങ്ങൾ ഫ്രീ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ഫ്ലാറ്റ് ഓണർ താമസിച്ച് അന്ന് മുതലുള്ള 1 ഇയർ ഞങ്ങൾ ഫ്രീ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യും. അതിനകത്ത് തന്നെ നല്ല ഒരു ടീമിനെ ഞങ്ങൾ കണ്ടെത്തി അതൊരു അസോസിയേഷൻ ഫോം ചെയ്ത് ആ ടീം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, ഈ ബിൽഡിങ്ങിനോട് അല്ലെങ്കിൽ അവരുടെ ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തോട് ചേർന്ന് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ടീമിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതെല്ലാം അവരുടെ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തുകൊണ്ടാണ് അവർ പലതരം വീടുകളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ പല പ്രത്യേകതരം അല്ലെങ്കിൽ വിവിധ തരങ്ങളുള്ള സ്വഭാവങ്ങളും പല രീതികളും ഉള്ള ആൾക്കാരാണ്. ഇതൊരു കമ്മ്യൂണിറ്റി ലിവിങ് ആയതുകൊണ്ട് തന്നെ അവരെ സ്വരൂപിച്ച് ഒരേ ദിശയിൽ പോകുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റികളോ അല്ലെങ്കിൽ അസോസിയേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചാൽ ആ അസോസിയേഷനിൽ നിന്ന് ഫർദർ ആയിട്ട് വരുന്ന മെയിൻ്റെനൻസ് അവരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വേറൊരു കോൺട്രാക്ട് മുഖേന എടുക്കുക. അപ്പൊ അത് എടുക്കണതിൽ ഞങ്ങൾക്ക് ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന് സാമ്പത്തിക നേട്ടം കണ്ടിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റ് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഒരു പ്രോഫിറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടി ഈ ബിൽഡിങ്ങിൽ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയുന്നത് പോലെ മറ്റൊരാൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും അത് വളരെ സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ ഞങ്ങളുടെ സേവനം ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഏത് സമയത്തും വിളിച്ചാൽ ഞങ്ങളുടെ ആളുകൾ ഇവിടെ ലഭ്യമായിരിക്കും. അത് ആൾക്കാർക്ക് സർവീസാണ് ഇപ്പൊ ആവശ്യം. അതിൽ നിന്ന് മറ്റൊരു അതിന് വേണ്ടതല്ല എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അതിന് നമ്മൾ തന്നെ ഇൻവോൾവ് ആണെന്നുള്ളത് തന്നെയാണ്. അത് കൂടാതെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബിൽഡിംഗ് വളരെ വൃത്തിയായിട്ട് വളരെ പോളിഷ്ഡ് സാധനമായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റും. ആ ഒരു ബിൽഡിങ്ങിന് മാത്രമല്ല, അത് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ ഭാഗം കൂടിയാണ്.